ഫസ്റ്റ് കണ്ടത് നമ്മൾ പെണ്ണ് കാണാൻ പോകുന്ന വീട്ടിൽ അന്ന് വെച്ച് തന്നെയായിരുന്നു. അന്ന് ഒരു 10 സെക്കൻഡോളം ശരിക്കും കാണാൻ പറ്റുള്ളൂ. ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ സെയിം വൈബാണ്. അതാണ് ഒരു പെട്ടെന്ന് അറ്റാച്ച്മെന്റ് കാര്യം തന്നെ. നമ്മുടെ അതേ ടേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരി രേഷ്മയ്ക്കാണെങ്കിലും. நான் படுக்கும் போது மடியில் சாயூனி அந்த நினைப்பிலே நீ வாயும் போது தூங்க முடியல ஏனடி. ഇന്നെന്റെ ചേട്ടന്റെ ബിഗ് ഡേ, അതായത് അവന്റെ കല്യാണമായിരുന്നു. ശരത്തിന്റെ രേഷ്മയുടെ അവന് നല്ല പെർഫെക്റ്റ് പാർട്ട്ണറെ തന്നെയാണ് കിട്ടിയത്. ഞങ്ങളുടെ ഫാമിലിയും അവരുടെ ഫാമിലിയും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സും കസിൻസും എല്ലാവരും തന്നെ ഹാപ്പിയാണ്. നമ്മുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ നാട്ടിൻ പ്രദേശമാണ്. നമ്മൾ അവധി ആയി കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിയൊക്കെ ആയിട്ട് കണ്ടംവഴി പാടംവഴിയൊക്കെ ഇങ്ങനെ നടക്കും. അപ്പം ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയോളം പിന്നെ തിമിർപ്പായിരിക്കും. ഞങ്ങൾ പുള്ളി വൈബാണ്. പുള്ളി പണ്ട് ഭയങ്കര ഒരു വൈബേഷ് ആളിരുന്നു. ഇപ്പോൾ ആ വൈബൊക്കെ ഇച്ചിരി കുറഞ്ഞു, എന്നാലും ആൾ പൊളിയാണ്. പണിയായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. ഞങ്ങളുടെ ഏരിയയിൽ ആകെയുള്ളവരും CBSE എന്ന് പറയുന്ന പുള്ളിയായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങളും നമുക്കറിയാത്തില്ലാത്ത കുറേ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പുള്ളിയായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചോണ്ടിരുന്നത്. അരികിൽ പതിയിടനെഞ്ചാരോ മൂളും രാഗം മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ നീണം മഴയേ Our dear Sharath and Reshma, wish you both happy married life. ആദ്യം തന്നെ ശരത്തേണ്ണും രേഷ്മ ചേച്ചിക്കും ഹാപ്പി മാരീഡ് ലൈഫ് വിഷ് ചെയ്യുന്നു. കല്യാണം അടിപൊളിയായിരുന്നു. ചേട്ടന് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇല്ലെന്നാണ് പറയുന്നത്. Yeah.